പൊതുവേദിയിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന വിഷയത്തിൽ ഇന്നാണ് ആസിഫ് അലിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ ഒരു പരസ്യമായ പ്രതികരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചതല്ല എന്നും, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ഹേറ്റ് ക്യാമ്പയിനുകൾ കണ്ടപ്പോഴാണ് തൻ്റെ പരസ്യമായുള്ള പ്രതികരണം ആവശ്യമാണ് എന്ന് തോന്നിയതെന്നും ആസിഫ് അലി പറയുന്നു. തനിക്കുള്ള പിന്തുണ അത് മറ്റൊരാൾക്കെതിരായ വിദ്വേഷമാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആസിഫ് അലി. നമുക്കറിയാം, ഈ വിഷയം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. MTയുടെ പിറന്നാൾ ദിനത്തിൽ മനോരഥങ്ങൾ എന്ന ആന്തോളജി ഫിലിമിൻ്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് കലാകാരന്മാർ അണിനിരന്ന ഒരു പരിപാടിയിൽ ഉണ്ടായ ഒരു മോശം സംഭവമായിരുന്നു അത്. അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുകയും രമേശ് നാരായണൻ ആസിഫ് അലി എന്ന നടനെ അപമാനിച്ച ആ സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ വളരെ പക്വതയോടുകൂടി പെരുമാറിയ, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ വേദിയിൽ നിന്നും വിട്ട ആസിഫ് അലിയെ വലിയ രീതിയിലാണ് ആളുകൾ വളരെ പക്വതയോടുകൂടി ആ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയുണ്ടായി. അതിലും എത്രയോ വലിയ പക്വതയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതെന്ന് നമ്മൾ ഓർക്കണം. വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. മതപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വർഗീയമായി വിഷയത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു കോണിൽ നടക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളെ കാണാൻ ആസിഫ് അലി തീരുമാനിക്കുന്നത്. അവിടെ ആ സിറ്റുവേഷൻ അർഹിക്കുന്ന എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. പല വിധത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം, മാധ്യമങ്ങൾ എല്ലാ വിധത്തിലും ഉള്ള ചോദ്യങ്ങൾ ഏതൊരു സിറ്റുവേഷൻ ആയാലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടൊക്കെ ചോദിക്കും. ആസിഫ് അലിയോടും സമാനമായ നിലയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി. അങ്ങനെ ഒരു അപമാനിതനായി തോന്നിയില്ല എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ നന്ദി പറയുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പല വിധത്തിലുണ്ടായി. പക്ഷേ ഒരു ചോദ്യത്തിൽ പോലും ശബ്ദം ഇടറേണ്ടി വന്നില്ല ആസിഫ് അലിക്ക്. വളരെ കൃത്യമായും വ്യക്തമായും മറുപടി പറയാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രായത്തേക്കാൾ വലിയ പക്വതയോടുകൂടി തന്നെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപാട് കഥാപാത്രങ്ങൾ ആസിഫ് അലിയുടേതായി നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ആ കഥാപാത്രങ്ങളൊന്നും നൽകാത്ത ഒരു ഹീറോ പരിവേഷം തന്നെ ഈ സംഭവം ഡീൽ ചെയ്തതിൻ്റെ ആ രീതിയിലൂടെ, വളരെ പക്വമായ പ്രതികരണത്തിലൂടെ, മറുപടിയിലൂടെ, ചെറുചിരിയിലൂടെയൊക്കെ ആസിഫ് അലി പകരുന്നതാണ് നമ്മൾ കണ്ടത്. ആസിഫ് അലിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം രമേശ് നാരായണൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. തന്നെ മനസ്സിലാക്കിയതിന് നന്ദി എന്ന കാര്യവും സൂചിപ്പിക്കുകയുണ്ടായി. പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് പിന്നിലുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. രമേശ് നാരായണൻ എന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നത് അവതാരകയായ ജുവൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഘാടനത്തിലൊക്കെ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായി. ആദ്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ രമേശ് നാരായണനെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് മുന്നിൽ അതിൻ്റെ മനോവിഷമത്തിൽ നിന്നപ്പോൾ വന്ന ചില സാഹചര്യങ്ങൾ ഇതിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും അരുതാത്തതാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അത് ആസിഫ് അലി ഉൾക്കൊള്ളുന്നു. എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നതാണ് ആസിഫ് അലി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും വളരെ പക്വമായ പ്രതികരണത്തിലൂടെ ആ വിഷയം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ ഒരു പ്രതികരണം നടത്താൻ ആസിഫ് അലിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് കലാകാരന്മാർ പങ്കെടുത്ത MTയെ പോലെ മലയാളത്തിൻ്റെ സുഹൃതമായ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ നടന്ന ഒരു പരിപാടിയാണ്. മമ്മൂട്ടിയെ പോലെയുള്ള ഒരു അതുല്യ കലാകാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കലാകാരന്മാർ അണിനിരന്ന വേദിയിലായിരുന്നു. അവിടെ സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായ തനിക്ക് വരാനും ഈ നിലയിലൊക്കെ പങ്കെടുക്കാനും കഴിഞ്ഞത് വലിയ സന്തോഷം എന്ന് ആസിഫ് അലി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ദിവസം അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ വിവാദങ്ങൾ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ, ആ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുമ്പോഴാണ് ഈ നിലയിലുള്ള പക്വതയാർന്ന പ്രതികരണം ആസിഫ് അലി എന്ന നടനിൽ നിന്നുണ്ടാകുന്നത്.
പല വിധത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത്. ഇത് സിനിമയിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മൂപ്പിളമ തർക്കമായിട്ടൊക്കെ ചിത്രീകരിച്ചവരുണ്ട്. മതപരമായ വിഷയങ്ങൾ കൂട്ടിക്കലർത്തി വർഗീയ ചുവയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചവരും അങ്ങനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. സിനിമയിലെ തന്നെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ് ഇത്തരം സമീപനങ്ങൾ എന്നൊക്കെ വിശകലനം ചെയ്തവരെയൊക്കെ നമുക്കറിയാം. എന്തായാലും പല വിധത്തിൽ ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് തന്നെ മനസ്സിലാക്കിയതിന് നന്ദി എന്ന് ആസിഫ് അലിയുടെ പ്രതികരണത്തെക്കുറിച്ച് രമേശ് നാരായണൻ പറയുന്നത്. ഒരു വിഷയത്തെ പല രീതിയിൽ നമുക്ക് സമീപിക്കാം, അതിനെ ആളിക്കത്തിക്കാം, പല വിധത്തിൽ അത് കൊണ്ടുപോകാനും ഒക്കെ കഴിയുമായിരിക്കും. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ വിഷയത്തിൽ ആ തെറ്റ് തന്നെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് രമേശ് നാരായണൻ. വളരെ പക്വമായ ഒരു സമീപനം ഈ വിഷയത്തിൽ ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നമുക്കറിയാം, ഒരു നർത്തകിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയൊക്കെയുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതും വലിയ രീതിയിലുള്ള വ്യക്തിഹത്യയിലേക്ക് പോകുന്നതും ആദ്യമുണ്ടായ സംഭവത്തേക്കാൾ വലുതായി ആ വ്യക്തിക്കെതിരായ വ്യക്തിഹത്യയായി അത് മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതും തെറ്റായ പ്രവണതയാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ തനിക്കുള്ള സപ്പോർട്ട് അങ്ങനെ വഴിമാറി പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആസിഫ് അലി വരുമ്പോൾ അതൊരു നല്ല സന്ദേശവും കൂടി തന്നെയാണ് പകർന്നു നൽകുന്നത്. ഒരാൾക്കുള്ള പിന്തുണ ഒരിക്കലും മറ്റൊരാളുടെ വിദ്വേഷത്തിന് അല്ല മറ്റൊരാൾക്ക് എതിരായ വിദ്വേഷമായി മാറരുത് എന്ന ഒരു സന്ദേശം കൂടി ആ നിലയിൽ ആസിഫ് അലി നൽകുകയാണ്. പിന്തുണച്ചവർക്ക് നന്ദി പറയുമ്പോൾ തന്നെയും അതിൽ തെറ്റായ രീതിയിൽ അത് പോകരുത് എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നു. ഇത്തരം സംഭവങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിൽ ഈ വിഷയത്തിൽ ആസിഫ് അലി സ്വീകരിച്ചത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് പറയാതെ വയ്യ.